ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സി എന്ന മമ്മൂക്ക ചിത്രത്തിന്റെ 5 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൗതം വാസുദേവ് മേനോൻ ആയിരുന്നു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിന്റെ 5 ദിവസത്തെ വേൾഡ് കളക്ഷൻ പറയുന്നതിന്റെ മുന്നേ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും നേടിയ കളക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടെ. ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള വീക്കെൻഡ് കളക്ഷൻ ആയിട്ട് ചിത്രം നേടിയത് 6,33,00,000 രൂപ. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് ചിത്രം നേടിയത് 1,45,00,000 രൂപ. കേരളത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഓവർസീസ് കളക്ഷനാണ് ചിത്രത്തിന് വന്നിരിക്കുന്നത്. 7 കോടിക്ക് മുകളിലാണ് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ. അങ്ങനെ മൊത്തം 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും 14,58,00,000 രൂപ നേടാൻ സിനിമയ്ക്ക് സാധിച്ചു. തരക്കേടില്ലാത്ത ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സിനിമ ഒരു 45-50 ലക്ഷം റേഞ്ചിലാണ് 5ാമത്തെ ദിവസം സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കുറച്ച് ശോകമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനുള്ള പ്രധാന കാരണം വർക്കിംഗ് ഡേ ആദ്യ തിങ്കളാഴ്ച, 5ാം ദിവസം തിങ്കളാഴ്ച മാത്രം ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്നും 1 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിത്രത്തിന്റെ കളക്ഷൻ 5 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നും ഏകദേശം 16 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടും. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റ് 2 സിനിമകളുടെ കളക്ഷനാണ് ഇതിനോടകം തന്നെ ഡൊമിനിക് മറികടന്നിരിക്കുന്നത്. നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിന്റെ കളക്ഷനും കാതൽ ദി കോർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടോട്ടൽ ലൈഫ് ടൈം കളക്ഷനും 4 ദിവസങ്ങൾ കൊണ്ട് മറികടക്കാൻ ഡൊമിനിക്കിന് സാധിച്ചു. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.